പണ്ടുകാലത്ത് നമ്മുടെ രാജ്യത്തെ വിദേശികൾ കളിയാക്കി വിളിച്ചിരുന്നത് പാമ്പാട്ടികളുടെ നാട് എന്നാണ്. സിംഹം, ആന, പശു, കാള, പുലി, പാമ്പ്, എലി സകലമാന ജീവികളെയും ആരാധിക്കുകയും കരുണയോടെ പെരുമാറുന്നവരുമായിരുന്നു ഭാരതീയർ. പാമ്പ് പിടുത്തക്കാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ പാമ്പിനെ ഒരു അതിഥി ബഹുമാനത്തോടെ കാണുന്ന ഒരാളെയുള്ളൂ. അതാണ് നമ്മുടെ സ്വന്തം പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷ്. അദ്ദേഹം പാമ്പിനോട് ഇടപഴകുന്ന രീതി കണ്ടാൽ അത്ഭുതം തോന്നും. ചെറിയ കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന പോലെയാണ് വാവാ സുരേഷ് ചേര മുതൽ രാജവെമ്പാല വരെയുള്ള പാമ്പുകളോട് പെരുമാറുന്നത്. വെറുതെയല്ല ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ കേരള സന്ദർശനത്തിനിടെ വാവാ സുരേഷിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. വാഴച്ചാലിൽ വെച്ച് അങ്ങനെ ചാൾസ് രാജകുമാരൻ നമ്മുടെ വാവാ സുരേഷുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പറഞ്ഞു വന്നത് വാവാ സുരേഷിൻ്റെ ഖ്യാതി ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ പോലും അറിഞ്ഞിരിക്കുന്നു. അതാണ് വാവാ സുരേഷ്. 266 പ്രാവശ്യം സർപ്പദംശനങ്ങൾ അതിജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കൽ ഒരു മൂർഖൻ്റെ കടിയേറ്റതിനെ തുടർന്ന് വാവാ സുരേഷിൻ്റെ വിരലുകളിലൊന്ന് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് കളഞ്ഞു. പിന്നീട് ഒരിക്കൽ വീണ്ടും പാമ്പ് കടിയേറ്റതിനെ തുടർന്ന് വലത് കൈവെള്ളയിലെ ചർമ്മം മാറ്റിവെച്ചു. അങ്ങനെ നിരന്തരം സർപ്പദംശനങ്ങളേറ്റ് മരണത്തിൻ്റെ കവാടത്തോളം എത്തി തിരിച്ചു വന്ന അദ്ദേഹത്തെ കലിയുഗ പരമശിവൻ എന്നല്ലാതെ എന്താ വിളിക്കുക? ഇത്രയും കാലത്തിനിടയ്ക്ക് 50,000-ൽ പരം പാമ്പുകളെ വാവാ സുരേഷ് പിടിച്ച് കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. പാമ്പുകളെ പിടിക്കുന്നതിന് അദ്ദേഹത്തിന് ശാസ്ത്രീയമായ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതൽ പാമ്പുകളുമായുള്ള സഹവാസവും നിരീക്ഷണവും കാരണം അദ്ദേഹത്തിന് പാമ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. പാമ്പിന് ചെവി കേൾക്കില്ല, പാമ്പാടികളുടെ മകുടി ഊതൽ പാമ്പ് കേൾക്കുന്നില്ല, വെളുത്തുള്ളി അരച്ച് പറമ്പിൽ ഒഴിച്ചതുകൊണ്ട് പാമ്പ് വരാതിരിക്കില്ല തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ മലയാളികൾക്കിടയിൽ നിന്ന് മാറ്റിയത് വാവാ സുരേഷ് തന്നെയാണ്. വാവാ സുരേഷ് ചെറുപ്പം മുതൽ ഒരു ഓലപ്പുരയിലാണ് താമസം. അന്നും ഇന്നും അദ്ദേഹം ആ ഓലപ്പുരയിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയും പാരിതോഷികങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അദ്ദേഹം വീടില്ലാത്ത നിർധനർക്ക് സമ്മാനമായി നൽകി. വാവാ സുരേഷിൻ്റെ സേവനങ്ങളെ മുൻനിർത്തി കാട്ടാക്കടയിൽ നിർമ്മിക്കാനിരിക്കുന്ന സ്നേക്ക് പാർക്കിൽ ജോലി നൽകാമെന്ന് മന്ത്രി ഗണേഷ് കുമാർ വാഗ്ദാനം നൽകിയെങ്കിലും സ്ഥിരം ജോലിയുണ്ടെങ്കിൽ തനിക്ക് സാധാരണക്കാരെ സേവിക്കാനാകില്ലെന്ന കാരണം പറഞ്ഞ് വാവാ സുരേഷ് ആ ജോലി നിരസിച്ചു. ഒരു പാമ്പിനെ കാണുന്ന മാത്രമേ തന്നെ അദ്ദേഹം പറയും അതിനെന്ത് പ്രായമുണ്ടെന്നും ആണാണോ പെണ്ണാണോ എന്നും ഇണചേർന്ന പാമ്പാണോ ഗർഭിണിയാണോ എന്നും അങ്ങനെ സകലമാന ഡീറ്റെയിൽസും ഒരു പാമ്പിൻ്റെ ഫുൾ ജാതകവും അദ്ദേഹത്തിന് പ്രവചിക്കാനാകും. ഇതൊന്നും അദ്ദേഹം ഒരു രാത്രി കൊണ്ട് വായിച്ചു പഠിച്ചതല്ല. നിരന്തരം നിരീക്ഷിച്ച്, നിരന്തരം പാമ്പുകളെ ശുശ്രൂഷിച്ച്, നിരന്തരം പാമ്പുകളെ സ്നേഹിച്ച ഒരു സാധാരണക്കാരൻ്റെ ഗംഭീരമായ അറിവുകളാണവ. അദ്ദേഹം ചിരിക്കുമ്പോൾ വിരിയുന്ന നിഷ്കളങ്കതയാണ് GPS മീഡിയയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ആർക്കും എപ്പോഴും എന്നെന്നും ഒരു സർപ്പത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു അതിഥിയെ കണ്ടാൽ ഒരു വിളിപ്പുറത്ത് മൃഗസ്നേഹിയും ഉരകസ്നേഹിയും സർവോപരി മനുഷ്യസ്നേഹിയുമായ വാവാ സുരേഷ് എന്ന കലിയുഗ പരമശിവൻ നിൽപ്പുണ്ട് എന്ന കാര്യം ഏവരും ഓർക്കണം.